ഈ ബോർഡിൽ യൂസ് ചെയ്തിരിക്കുന്ന ഓരോ കമാൻഡ്സും ഞാനിവിടെ പരിചയപ്പെടുത്താം. ക്വാളിറ്റിയുള്ള കപ്പാസിറ്റേഴ്സൊക്കെയാണ് ഇതിൽ അവർ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ വരുന്നത് LM324 എന്ന് പറഞ്ഞ ഒരു IC ഉണ്ട്. ഇതാണ് ഇതിൻ്റെ മെയിൻ IC. ഈ ICയിലാണ് എല്ലാം പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് LM311P എന്ന് പറഞ്ഞൊരു IC ആണ്. ഇനി ഈ ഭാഗത്ത് 2 ICയും കൂടെ ഉണ്ട്. ഫാൻ 7392 രണ്ടും സെയിം IC തന്നെയാണ്. ഈ മോസ്ഫെറ്റിനെ ഡ്രൈവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഈ IC കൊടുത്തിരിക്കുന്നത്. മോസ്ഫെറ്റ് ഡ്രൈവ് IC ആണ്. ഈ ഭാഗത്താണ് അതിൻ്റെ കൂളിംഗ് ഫാൻ കണക്ട് ചെയ്യേണ്ടത്. ഇവിടാണ് ഇതിൻ്റെ ഡിസ്പ്ലേ കണക്ട് ചെയ്യേണ്ടത്. പിന്നെ ഇതിലൊരു റിലേ വരുന്നുണ്ട്. ഈ റിലേയുടെ മുകളിലാണ് ഇന്നും ഔട്ടും കൊടുക്കുന്നത്. പിന്നെ വരുന്നത് 5 ആംപിയറിൻ്റെ ഒരു കോയിൽ വരുന്നുണ്ട്. പിന്നെ ഈ ഭാഗത്താണ് ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ട് കൊടുക്കുന്നത്. ഈ ബോർഡിൽ കൂടുതലും യൂസ് ചെയ്തിരിക്കുന്നത് MFR റെസിസ്റ്ററുകളാണ്. ഇതൊരു 7805ൻ്റെ റെഗുലേറ്റർ IC ആണ്. ഈ IC ഉപയോഗിച്ചിരിക്കുന്നത് പ്രോഗ്രാം ICക്ക് വോൾട്ടേജ് കൊടുക്കാനാണ്. ഹീറ്റ് സിങ്ങും നല്ല കനമുള്ള ക്വാളിറ്റിയുള്ള ഹീറ്റ് സിങ്ങാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു ഫിനിഷിംഗ് ഉണ്ട്. ഇതിലൊരു ടെമ്പറേച്ചർ സെൻസറും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ബോർഡിൽ ബീപ്പ് സൗണ്ടിന് വേണ്ടിയിട്ട് ഒരു ബസറും കൊടുത്തിട്ടുണ്ട്. 12 മോസ്ഫെറ്റ് തന്നെയാണ് ഈ ബോർഡിലും വരുന്നത്. K100E ആണ് ഈ മോസ്ഫെറ്റിൻ്റെ നമ്പർ. ഈ ബോർഡിൻ്റെ ബാക്ക് സൈഡ് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല ഫിനിഷിങ്ങിലാണ് ഇതിൻ്റെ സോൾഡറിങ്ങും കാര്യങ്ങളൊക്കെ അവർ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നല്ല പ്രിൻറ്റും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇതിൽ നല്ല കനമുള്ള കമ്പിയിട്ട് ഇതിൽ സോൾഡർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്.